Good morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So we are on the 53rd lecture of Income Tax Law and Practice. We are dealing with the head income from house property. So നമ്മൾ 51th lectureൽ നമ്മൾ computation of house property നോക്കിയായിരുന്നു അല്ലേ? How will you compute income from house property? അതിൽ നമ്മൾ അവിടെ നോക്കിയത് computation of income from house property of let out house ആണ്. As we all know that income from house property can be classified into two, let out house and self-occupied house. ഇതിന്റെ രണ്ടിന്റെയും വാല്യുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ രണ്ടിന്റെയും income from house propertyയുടെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. So what do you mean by let out house? എൻ്റെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത് let out house. ഇനി ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനെ ഞാൻ എന്തെന്ന് വിളിക്കും സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ്. അപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് ഇൻകം വരണമെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്താൽ മാത്രമേ ഇൻകം വരണമെന്നുള്ള കൺസെപ്റ്റ് ആണ് നമുക്കുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് മുനിസിപ്പൽ അതോറിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂവിൽ നിന്നും നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാം? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ്. As we all know that സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിന്റെ ആനുവൽ വാല്യൂ എന്താണ്? നില്ലാണ്. There is no annual value for സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് ബിക്കോസ് നമ്മൾ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഫെയർ റെന്റൽ വാല്യൂ, മുനിസിപ്പൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ്. ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്ടഡ് റെന്റ് കിട്ടും അല്ലേ? അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് എവർ ഇസ് ഹയർ ഇസ് നോൺ ആസ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുമ്പോഴാണ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ദർ ഇസ് നോ എക്സ്പെക്ടഡ് റെന്റ് അല്ലെങ്കിൽ ദർ ഇസ് നോ ആക്ച്വൽ റെന്റ് ബിക്കോസ് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നില്ല. ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. സോ ദർ ഇസ് no expected rent or there is no annual value. So for the first one is annual value of self occupied is considered as nil. There is no annual value for self occupied house, but there is a deduction for interest on loan under section 30. ഇവിടെ annual value ഇല്ലാത്തത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്കറിയാം, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 24 അനുസരിച്ച് ആ ആനുവൽ വാല്യൂവിന്റെ ആ പർട്ടിക്കുലർ എമൗണ്ടിന്റെ 30%നെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇവിടെ ആനുവൽ വാല്യൂ ഉണ്ടോ? ഇല്ല. സോ അവിടെ ആനുവൽ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ എന്തില്ല? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതിന്റെ 30% നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ there is a deduction known as interest on loan. അപ്പൊ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലെങ്കിൽ ലോൺ എമൗണ്ട് is taken for the purpose of construction of house property, repairs of house property, renewal, അങ്ങനെ എല്ലാത്തിനും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? ലോൺ എമൗണ്ട് എടുക്കുന്നത്. ഈ ലോൺ എമൗണ്ടിനെ നമുക്ക് എന്തൊക്കെ ഡിഡക്ട് ചെയ്യാം? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ കറണ്ട് ഇയർ ഇൻട്രസ്റ്റും ഡിഡക്ട് ചെയ്യാം, പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ട് ചെയ്യാം. പക്ഷേ സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസിന് ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ എമൗണ്ടിന് ചെറിയൊരു ലിമിറ്റ് ഇൻകം ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകം ടാക്സ് ആക്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ദ maximum amount is rupees 30,000 if the loan is taken before 1/4/1999. 1/4/1999 മുൻപാണ് ലോൺ എടുത്തതെങ്കിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എത്ര രൂപയെ കുറയ്ക്കാൻ പറ്റൂ? എമൗണ്ട് ഇസ് rupees 30,000 if the loan is taken before 1/4/1999. ഇനി loan is taken after 1/4/1999 ആണെന്നുണ്ടെങ്കിൽ the maximum amount can be deductible as rupees 2 lakh if the loan is taken after 1/4/1999. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, if the construction റിപ്പയർസിന് വേണ്ടിയാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ റിപ്പയർസിന് വേണ്ടി നമ്മൾ എപ്പോൾ ലോൺ എടുത്താലും ശരി ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഇയർ റിപ്പയർസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ ഇയർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദ ലോൺ ഇസ് ടേക്കൺ ഫോർ ദി റിപ്പയർമെന്റ് ഓഫ് ദി ഹൗസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ലോൺ ക്യാൻ ബി ഡിഡക്റ്റബിൾ ക്യാൻ ബി എമൗണ്ട് ഓഫ് rupees 30,000. എത്രയെ കുറയ്ക്കാൻ പറ്റൂ? an amount of rupees 30,000. അപ്പൊ നമുക്ക് ഈ ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഏതാണെങ്കിലും ശരി ഇത് രണ്ടും കൂടെ ഒരിടത്ത് അപ്ലൈ ചെയ്യത്തില്ല, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് അപ്ലൈ ചെയ്യത്തുള്ളൂ. സോ ആ എമൗണ്ട് നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ബിക്കോസ്
എന്താ പറയുക ഇവിടെ ഒരു എമൗണ്ട് ഇല്ലല്ലോ. സോ ഈ പെർട്ടിക്കുലർ ഇൻകം ഒരു നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഒരു നില്ലായിട്ടുള്ള ഒരു എമൗണ്ടിൽ നിന്ന് കുറച്ച് നമുക്ക് എന്ത് കിട്ടും, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ ഇൻകം സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിന് ഒരിക്കലും ഇൻകം വരത്തില്ല, ദർ വിൽ ബി ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്, സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിന്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആർ യു ക്ലിയർ? സോ എപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കാണിച്ചില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഒന്നെങ്കിൽ അത് ലെറ്റ് ഔട്ട് ഹൗസ് ആണോ നോക്കുക, അല്ലെങ്കിൽ സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് ആണോ നോക്കുക. ചിലപ്പോൾ രണ്ടും കൂടെ ഒരു ക്വസ്റ്റ്യനിൽ വരും. അപ്പോൾ സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ് ആദ്യം ചെയ്തിട്ട് പിന്നെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെറ്റ് ഔട്ട് ഹൗസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ്. സോ സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിന് ആനുവൽ വാല്യൂ ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാക്സിമം എമൗണ്ട് 30,000 if the loan is taken before 1/4/1999. If the loan is taken after 1/4/1999 ആണെങ്കിൽ the maximum amount can be deductible is rupees 2 lakh. So that's all about with today's session. So this is Asha SP signing off from Bosco Campus Vision.